السلام عليكم ورحمة الله تعالى وبركاته. كيف حالكم؟ عساكم طيبين. ഇൻഷാല്ലാ ഇന്നത്തെ നമ്മുടെ പുതിയ യൂണിറ്റ് ട്രാൻസ്ലേഷൻ ഓഫ് പോയട്രി, അതിൽ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള ഖാലൽ ബാറൂദി യസ്കുറു അയ്യാമ ഷബാബ് എന്ന ഒരു കവിതയാണ്. വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സനബ്ദ. أين أيام لذتي وشبابي أتراها تعود بعد الذهاب. Where are the days of my pleasure and my youth? Do you see them returning after they are gone? അഥവാ അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ഒരു കവിത രചിച്ച ആൾ സ്വന്തത്തോട് ഇങ്ങനെ ചോദിക്കുകയാണ്, എൻ്റെ സന്തോഷത്തിൻ്റെ ദിനങ്ങളെവിടെ, അല്ലെങ്കിൽ എൻ്റെ യുവത്വത്തിൻ്റെ ദിവസങ്ങളെവിടെ? അത് പോയതിന് ശേഷം നീ അത് മടങ്ങി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ذاك أحد مضى وأبعد شيء أن يرد الزمان أحد التصابي. That is a bygone era, and the furthest thing is that time returns the era of afflictions. അത് കഴിഞ്ഞു പോയൊരു കാലമാണ്. അത് മടക്കിയെടുക്കുക, അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടേറിയതും അതുപോലെ വിദൂരവുമാണ്. فأدير علي ذكراه إني منذ فارقته شديد المصاب. So turn his memory on me, since I left him I have been severely afflicted. അതുകൊണ്ട് എൻ്റെ ആ ഓർമ്മകൾ എന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരൂ. എൻ്റെ ആ പഴയ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ യുവത്വത്തിൻ്റെ കാലം എന്നെ വിട്ടു പിരിഞ്ഞത് മുതൽ ഞാൻ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷദീദുൽ മുസാബ് എന്ന് പറഞ്ഞാൽ അഫ്ലിക്റ്റഡ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്നുള്ള അർത്ഥം. കുല്ലു ഷൈഇൻ യസ്ലുഹു ദുല്ലുബ്ബി ഇല്ലാ മാളിയൽ ലഹ്വി ഫീ സമാനി ഷബാബ്. All things are entertained by those with intellect, except past amusement in the time of youth. ഈ ബുദ്ധിയുള്ള വ്യക്തികൾ അവരെല്ലാ വസ്തുക്കളെയും അവർ എൻ്റർടൈൻ ചെയ്യും, അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കും, എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കും. പക്ഷെ അവർക്ക് സാധിക്കാത്ത ഒന്നെന്ന് പറയുന്നത് അവരുടെ യൂത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള അവരുടെ ആ ഒരു പാസ്റ്റ് അമ്യൂസ്മെൻ്റാണ്. അവർക്ക് കിട്ടാതെ, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ഒരു അമ്യൂസ്മെൻ്റാണ്. ليت شعري متى أرى روضة المن يلي ذات النخيل والأعناب. I wish I knew when I see a garden of manial with palm trees and grapes. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അഥവാ മാന്യലി എന്ന ആ ഒരു ഗാർഡൻ, അവിടെ ഒരുപാട് പാം ട്രീകളും മുന്തിരിത്തോപ്പുകളും നിറഞ്ഞിട്ടുള്ള ആ ഒരു ഗാർഡനെ ഞാൻ കണ്ടിരുന്നെങ്കിൽ, അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. حيث تجري السفينة مستبقات فوق نهر مثل اللجين المذابي, where the ships run races over a river like molten mud. ആ തോപ്പ് കിടക്കുന്നത് അവിടങ്ങളുടെ ഒരുപാട് കപ്പലുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അഥവാ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഒരു ഉരുകിയ നദിക്കു മുകളിലൂടെ അതിങ്ങനെ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. قد أحاطت بشاطئيه قصور مشرقات يلحن مثل القباب. Its shores were surrounded by luminous palaces swaying like domes. അതിൻ്റെ കരകൾ അഥവാ ആ കടലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു തോപ്പുകളുടെ കരകൾ എന്താണ്, ഒരുപാട് വെട്ടിത്തിളങ്ങുന്ന കൊട്ടാരങ്ങളുമായി ചുറ്റപ്പെട്ടതാണ്. അതുമാത്രമല്ല, കണ്ടാൽ നമുക്ക് തോന്നും ഒരു താഴികക്കുടത്തിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് പോലെയായിട്ട് നമുക്ക് അതിനെ കാണപ്പെടും. മൽ അബുൻ തസ്റഹുൻ നവാദിറു മിൻഹു ബൈന അഫ്നാനി ജന്നത്തിൻ വശിആബി. എ പ്ലേ ഗ്രൗണ്ട് ഫ്രം വേർ ദ വ്യൂവേഴ്സ് വാൻഡർ ബിറ്റ്വീൻ ദ ബ്രാഞ്ചസ് ഓഫ് പാരഡൈസ് ആൻഡ് റീഫ്സ്. നമുക്ക് അതൊരു കളിസ്ഥലമായിട്ട് തോന്നും. അവിടേക്ക് നോക്കുന്ന ആളുകൾക്ക് അതൊരു സുന്ദര കാഴ്ചയായിട്ട് മാറും. അവിടെ സ്വർഗത്തിൻ്റെ അല്ലെങ്കിൽ പാരഡൈസിൻ്റെ കൊമ്പുകളെ, ശാഖകളെ നമുക്ക് തിരിച്ചറിയാനൊക്കെ സാധിക്കും. കുല്ലമാ ഷാഫഹൻ നസീമു സറാഹു ആദ മിൻഹു ബിനഫ്അത്തിൻ കൽമലാബി. Whenever the breeze touches it, it returns with a perfume of saffron and crocus. എപ്പോഴൊക്കെയാണോ ആ മണ്ണിനെ അതല്ലെങ്കിൽ ആ പൂന്തോപ്പിനെ ഒരു മന്ദമാരുതൻ തൊടുന്നത്, ആ ഒരവസരത്തിൽ അതിൻ്റെ സാഫ്രോണിൻ്റെ സുഗന്ധം, ക്രോക്കസിൻ്റെയും സാഫ്രോണിൻ്റെയും സുഗന്ധം അതിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, അതിലേക്ക് മടങ്ങി വരുന്നുണ്ട്.
ذاك مرعى أنسي وملعب لهوي وجنى صبوتي ومغنى سحابي. That's a comfortable pasture, a playground for my passion, the harvest of my patience, and the singing of my companions. അതെനിക്കൊരിക്കലും മറക്കാനാകാത്ത അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വളരെ സന്തോഷം നൽകിയിരുന്ന ഒരു മേച്ചിൽ സ്ഥലമായിരുന്നു. അതുപോലെ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വളരാനുള്ള ഒരു കളിസ്ഥലമായിരുന്നു. അതുപോലെ എൻ്റെ ക്ഷമ അത് ഞാൻ കൊയ്തെടുത്തിരുന്ന ഒരു പ്രദേശമായിരുന്നു. എൻ്റെ കൂട്ടുകാർ, എൻ്റെ കമ്പാനിയൻസ് എൻ്റെ കൂടെ പാട്ട് പാടിയിരുന്ന ഒരു മൽഅബ് അതല്ലെങ്കിൽ റൗള പൂന്തോപ്പായിരുന്നു അവ. ഓക്കെ, ഇത്ര വളരെ സിമ്പിളായിട്ടുള്ള ഒരു പോയട്രിയാണ് ഇത്. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഇതിൻ്റെ നേരെ താഴത്ത് തന്നെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.